ഉത്തരേന്ത്യയിൽ ബുധനാഴ്ച വരെ ഉയർന്ന താപനില 43 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് ചൂടിന് കാഠിന്യമേറുക. ഡൽഹിയിൽ നിന്ന് അച്യുതൻ ചേരുന്നു. അച്യുതൻ, എങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ കനത്ത ചൂട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്? താപനില 43 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ എത്തുന്നുണ്ട്. രാജസ്ഥാൻ, UP എന്നിവിടങ്ങളിലാണ് കനത്ത ചൂട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് സാഹചര്യങ്ങൾ? സൂര്യരശ്മി കഴിഞ്ഞ 3-4 ദിവസമായി തന്നെ ഉത്തരേന്ത്യയിലാകെ ഈ ഉഷ്ണതരംഗം ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലാണ് അതികാഠിന്യമേറിയ ചൂട് ഇപ്പോൾ ഏൽക്കുന്നത്. ഇന്നിപ്പോൾ ഉയർന്ന താപനില അത് ബുധനാഴ്ച വരെ ഏതാണ്ട് 43 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അവർ ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നിർജ്ജലീകരണം പോലുള്ള അവസ്ഥകൾ ഒഴിവാക്കാൻ ഈ 11 മണി മുതൽ നേരിട്ട് 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളുന്നത് പരമാവധി ഒഴിവാക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഹരിയാനയിലും ബീഹാറിലും ഉൾപ്പെടെയും ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലവിൽ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും പലയിടങ്ങളിലും ഈ വേനൽ മഴ ലഭിക്കും എന്നുള്ള പ്രവചനം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഉഷ്ണതരംഗത്തിൽ അതൊരു വലിയ ആശ്വാസമായി തന്നെ മാറും. എന്തായാലും ഈ പലയിടങ്ങളിലും ഈ മഴ ഉണ്ടാകുമെന്നുള്ള പ്രവചനം കൂടി നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഉത്തരേന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ അതികാഠിന്യമേറിയ ചൂട് ഉഷ്ണതരംഗം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.